ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരാളെ കേൾക്കാൻ തയ്യാറാകുക എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ചിലപ്പോൾ ആ കേൾക്കുന്ന ഒരാൾക്ക്, ഞാനിപ്പോൾ ചേട്ടൻ പറയുന്ന ഒരു കാര്യം കേൾക്കുന്നത്, എനിക്ക് ചിലപ്പോൾ അത് സോൾവ് ചെയ്യാനൊന്നും പറ്റില്ല, എന്നാൽ കേൾക്കാൻ ഞാൻ തയ്യാറാകുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ആരും തന്നെ കേൾക്കാൻ തയ്യാറാകാറില്ല. ചോദ്യങ്ങളെ നേരിടാൻ പോലും ഭയമാണ്. അവിടെയാണ് രാഹുൽ ഗാന്ധി വ്യത്യസ്തനാകുന്നത്. ആര് പറയുന്ന കാര്യങ്ങളെയും കേൾക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാണ്. അതിന് പരിഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. കേൾക്കാൻ തയ്യാറാണ്. ഇപ്പോൾ കേരളത്തിലെടുത്താൽ അദ്ദേഹം വയനാടിന്റെ MP ആയിരുന്ന സമയത്തും അതിനുശേഷം കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു കുറച്ച് ദിവസം കേരളത്തിൽ ഉണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം കോളേജിൽ പോയി കോളേജ് വിദ്യാർത്ഥികൾക്കൊപ്പം അല്ലെങ്കിൽ സ്കൂളിൽ പോയി സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം അവരുമായി സംസാരിക്കുന്ന രാഹുലിനെ നമ്മൾ സ്ഥിരമായി കാണാറുള്ളതാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധി എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നു, രാഹുൽ ഗാന്ധി എല്ലാവരോടും സംസാരിക്കുന്നു, ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നു. അത് രാഷ്ട്രീയം മാത്രമല്ല, അതാണ് പ്രധാനമായി പറയേണ്ടത്. തന്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി രാഷ്ട്രീയം മാത്രമല്ല സംസാരിക്കാറ്, പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി. അങ്ങനെ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന കാര്യങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്തൊക്കെ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതോ എല്ലാം പരിഹരിക്കപ്പെടുമോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വശമാണ്. എല്ലാ കാര്യങ്ങളും കേൾക്കാൻ തയ്യാറാകുന്നു, സംസാരിക്കാൻ തയ്യാറാകുന്നു, യുവാക്കളുമായി സംസാരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ അകത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു പരാമർശത്തെ, അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ, സ്ത്രീകൾ എന്ന് പറയുന്നത് അവരവരുടെ സ്വത്താണ്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ സ്വത്താണ്, അല്ലാതെ ഒരു പുരുഷന്റെയും സ്വത്തോ അല്ലെങ്കിൽ ഒരു പുരുഷന് മാത്രം അവകാശപ്പെട്ട ആളല്ല. മനുസ്മൃതിയിൽ പറയുന്നത് പോലും ശരിയായ രീതിയല്ല. ചെറുപ്പത്തിൽ അച്ഛന്റെ സ്വത്താണ് മകൾ എന്ന് പറയുന്നത്. യൗവനത്തിൽ അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ സ്വത്താണ് ആ സ്ത്രീ എന്ന് പറയുന്നത്. ഇനി ആ സ്ത്രീ വയസ്സായി കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചു പോവുകയാണെങ്കിൽ പുത്രന്മാരുടെ സ്വത്താണ് സ്ത്രീ എന്ന് പറയുന്നത്. സ്ത്രീ എന്ന് പറയുന്നത് എപ്പോഴും ആരെങ്കിലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളാണ് എന്ന തോന്നലാണ് ഇതിൽ നിന്നുണ്ടാകുന്നത്. നമ്മൾ പണ്ടത്തേൽ നിന്നൊക്കെ ഒരുപാട് മാറി. പഴയതുപോലെയല്ല, പണ്ട് ഒരു പ്രായമായാൽ സ്ത്രീകൾ വിവാഹം കഴിക്കണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. എന്നാൽ ഇന്നത് മാറി. സ്ത്രീകൾ വിവാഹം കഴിക്കാതെയും സ്ത്രീകൾക്ക് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുമെന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് സ്ത്രീ എന്ന് പറയുന്ന അവരുടെ മാത്രം സ്വത്താണ്, ഒരു പുരുഷന്റെ, അല്ലെങ്കിൽ സ്നേഹവും കടപ്പാടും ഒക്കെ പുരുഷനോട് ഉണ്ടാകുന്നതിൽ തെറ്റില്ല എന്ന് വെച്ച് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പുരുഷനാകരുത് എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അതിപ്പോ മനുസ്മൃതിയെ തള്ളിക്കൊണ്ട് പറയുന്നതാകാം, അതിനെ വിമർശിച്ചത് കൊണ്ട് പറയുന്നതാകാം, പക്ഷെ രാഹുൽ ഗാന്ധി പറയുന്നത് വാസ്തവം തന്നെയല്ലേ? രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും, അല്ലെങ്കിൽ എവിടെയാണെങ്കിലും പല ഭാഗങ്ങളിലും ഇപ്പോഴും ആ ഒരു പുരുഷ മേധാവിത്വം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം പലതിനും സ്ത്രീകൾ അടിമപ്പെട്ട് കഴിയുക, അല്ലെങ്കിൽ ഒതുങ്ങി ജീവിക്കുക, ആ ഒരു രീതിയിലേക്കുള്ള ഇപ്പോഴും നടന്നു പോകുന്നുണ്ട്. കാരണം സ്ത്രീകൾ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്താൽ അത് ശരിയാവുമോ, അങ്ങനെയുള്ള ഒരു സാധനം. പിന്നെ അത് മാത്രമല്ല, നിങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ള രീതിയിൽ പുരുഷന്മാർ സ്വീകരിക്കുന്ന നിലപാടുകളും അങ്ങനെയുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യുക എന്നുള്ള ഒരു കാര്യം ഇതുവരെ അങ്ങനെ നടക്കാത്ത സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ഇത് മാറ്റണം എന്നുള്ളത് കാരണം അതാണ് രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതിൽ ഒരു പ്രത്യേക കാര്യം വേറെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഏകദേശം 70 കോടിയോളം സ്ത്രീകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ 70 കോടിയോളം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം പകുതിയായി, പുരുഷനും പകുതിയായി. അപ്പോൾ അത്രയും പേര് ഉള്ള ഒരു ഇതിനു വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി സംസാരിച്ചു വരുന്ന യുവതി യുവാക്കളോട് ആരാണെങ്കിലും, യുവതികളാണെങ്കിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ എല്ലാ പരിപാടികളൊക്കെ നടത്തുന്നത് എന്നുള്ളത് നമ്മൾ കാര്യം ശ്രദ്ധിക്കണം. കാരണം നേരത്തെ ഉണ്ടായിരുന്നതിൽ മറ്റും, കാരണം യുവതികളുമാണ് രാജ്യത്തിന്റെ അസറ്റ് അല്ലെങ്കിൽ നട്ടല് എന്നുള്ളത് പറയുന്നതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ മനുസ്മൃതിനൊക്കെ പല കാര്യങ്ങളും മനുസ്മൃതിയിൽ ഉണ്ടാവും, അതിനൊക്കെ വിമർശിക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ ഒരു കാര്യം പറഞ്ഞത്, ഇതിനകത്ത് ഒരു വലിയൊരു പരിപാടിയാണ് സംഘടിപ്പിച്ചത് രാഹുൽ ഗാന്ധി. ഈ രാഹുൽ ഗാന്ധി സംഘടിപ്പിച്ച പരിപാടിയിൽ കണ്ടിട്ട് BJP-ക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ അസ്വസ്ഥരാണ്. കാരണം ഹാലിളകി. കാരണം ഇത്രയും ആൾക്കൂട്ടം ഉണ്ടാവുമെന്ന് ഒരിക്കലും ഇവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ പരിപാടിയിൽ പങ്കെടുത്ത വനിതകൾ, അതായത് പെൺകുട്ടികളാണെന്ന്, അപ്പൊ അത്രയും പേര് പങ്കെടുക്കുമെന്ന് ഒരിക്കലും ആദ്യം ഇതിന് അനുമതി നിഷേധിച്ചുകൊണ്ടായിരുന്നു, കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ കൊടുക്കേണ്ടി വന്നു, പ്രത്യേക സാഹചര്യത്തിൽ വീണ്ടും കൊടുക്കേണ്ടി വന്നു. എത്തിയവരാണെങ്കിൽ വൻ ജനക്കൂട്ടാണ് എത്തിയിരിക്കുന്നത്, ആയിരക്കണക്കിന് പേരെത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ കേൾക്കാൻ ഇപ്പോൾ ആൾക്കാരുണ്ട് എന്നുള്ള കാര്യം വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ആ ഒരു മാറ്റം ഇത് തന്നെയാണ് അവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്, അവരെ അസ്വസ്ഥരാക്കുന്നത് ഇതാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നത്. പലതും പറഞ്ഞ്, അതായത് മോദിക്കെതിരെയൊക്കെ അധിക്ഷേപ വാക്കുകൾ പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷെ ഇപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതായത് ആൺകുട്ടികൾ ഒരു മോശം വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് കുഴപ്പമില്ല,
പെൺകുട്ടികൾ അതേ വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മോശമാണ്. അത് രണ്ടും എങ്ങനെ ശരിയാകും? ആ രണ്ട് വിരോധമല്ലേ ശരിക്കും, വിരോധാഭാസമാണ് ശരിക്കും. അത് കാരണം അങ്ങനെ ഒരു ഇത് കാണിക്കുന്നത് അതിന്റെ ആവശ്യമില്ല. ആൺകുട്ടികൾക്ക് പറയുന്നതിന് പെൺകുട്ടികൾക്കും പറയാം. രണ്ടുപേരും ഒരേ തുല്യരായിട്ടുള്ളവരെ കാണണം എന്നുള്ളതൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. സ്ത്രീകൾക്ക് ഒരു സ്ഥാനം സമൂഹത്തിൽ ലഭിച്ചിരിക്കണം എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി എടുത്തു പറയുന്ന കാര്യം. കാരണം ഇപ്പോഴും ഒരു സ്ഥാനവും ഇല്ലാതെ വീട്ടിൽ ഒതുങ്ങി കഴിക്കുന്ന രീതി വേണ്ട എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വളരെയേറെ ഒരു ആവേശം നൽകുന്ന ഒരു ഇത് തന്നെയാണ്. അപ്പൊ അത് കൂടാതെ പറയുന്നത് അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാടണം. അതായത് ഏത് സ്ത്രീയാണെങ്കിൽ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണം എന്ന് പറയുന്നത്. പിന്നെ മനസ്സിലെ ഭയം മാറ്റണം. ഭയം ഉണ്ടാവരുത് ഒരിക്കലും. ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ അല്ലെ നമ്മൾ വളർന്നു വന്ന ഒരു രീതി ഉണ്ടല്ലോ, പെൺകുട്ടി ആയതുകൊണ്ട് ഒരു സമയം കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പാടില്ല. നമ്മൾ ചെറുതായിരിക്കുമ്പോൾ തീരെ ചെറിയ പ്രായത്തിൽ പെൺകുട്ടികളോട് അച്ഛനും അമ്മയും ഒക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മളോട് അല്ലെങ്കിൽ സ്വാഭാവികമായും വീട്ടിൽ നിന്ന് പറയുന്ന കാര്യം എന്നാണ്, രാത്രി പുറത്തിറങ്ങിയാൽ അത് സേഫ് അല്ല, പെൺകുട്ടികൾ സേഫ് അല്ല, അതുകൊണ്ട് നിങ്ങൾ രാത്രി മാക്സിമം പുറത്തിറങ്ങാതിരിക്കുക, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഈ രീതിയിൽ സംസാരിക്കുക. വളരെ ചെറിയ പ്രായം മുതൽ പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് ട്രെയിൻ ചെയ്യുന്നത് അങ്ങനെയാണ്. സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ മാത്രമേ ഇടപെടാൻ കഴിയുള്ളൂ. ഇതിന്റെ അകത്ത് മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. നമ്മുടെ സിസ്റ്റം പരാജയമായതുകൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് എന്തും നടക്കുമെന്നുള്ളത് കൊണ്ടും സ്ത്രീകൾക്ക് രാത്രികാലത്ത് പുറത്തിറങ്ങാൻ ഒരു ഭയമുണ്ട്. അപ്പൊ മാറേണ്ടത്, സ്ത്രീകൾ മാറണമെന്ന് പറയുമ്പോഴും ഉള്ളിൽ ഭയമില്ലാതെ നടക്കണമെന്ന് പറയുമ്പോഴും നമ്മുടെ നിയമവ്യവസ്ഥയും സിസ്റ്റവും കൂടി മാറിയാൽ മാത്രമേ രാഹുൽ ഗാന്ധി പറയുന്ന ലെവലിലേക്ക് സ്ത്രീകൾക്ക് മാറാൻ കഴിയൂ. അതെ, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനെതിരെ രാഹുൽ ഗാന്ധി ഈ ഒരു സംഭവം സംഘടിപ്പിച്ചതിനെതിരെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്താവന സംഘടിപ്പിച്ചല്ലോ, ഇങ്ങനെ പറഞ്ഞല്ലോ സ്ത്രീകൾ മാറണം എന്നുള്ള കാര്യം. അപ്പോൾ അതിനെതിരായിട്ട് സ്മൃതി ഇറാനി ഒരു ടോക്കുമായിട്ട് വന്നിട്ടുണ്ട്, ഒരു പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട്. അതായത് രാഹുൽ ഗാന്ധി വനിതാ സംവരണ ബില്ലിനെ എതിർക്കുന്നു, പക്ഷെ ഇപ്പൊ പറയുന്ന സ്ത്രീകൾ ഉയരണം, സ്ത്രീകൾ പിന്നെ അടിച്ചമർത്തപ്പെട്ടവരാകരുത്, ഉന്നത ഭയം മാറ്റണം, സ്ത്രീകൾ മുന്നിലേക്ക് ഇറങ്ങി വരണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വനിതാ സംവരണ ബില്ലിനെ സംവരണ ബില്ലിനെ എതിർക്കുന്നു എന്നുള്ളൊരു സംസാരം വരുന്നുണ്ട്. അതാണ് സ്മൃതി ഇറാനിയുടെ ഞാൻ മനസ്സിലാക്കി വെച്ച് രാഹുൽ ഗാന്ധി പറയുന്നത് സ്ത്രീകൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് വരണം, സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് നമ്മൾ വെറുതെ പറഞ്ഞാൽ പോലെ രണ്ടുപേരും തുല്യരായി തന്നെ മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ വനിതാ ബിൽ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കൂടി BJP ശ്രമിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്നില്ല ഇന്ത്യയിലെ സ്ത്രീകളോട് കേന്ദ്ര സർക്കാരിനുള്ള അതിയായ സ്നേഹം കൊണ്ടാണ് ഈ ബില്ല് മുന്നോട്ട് വയ്ക്കുന്നത്. ഞാനെന്നല്ല, ഇന്ത്യയിലെ ഒരുവിധം എല്ലാവർക്കും അറിയാം ഈ ബില്ല് മുന്നോട്ട് വയ്ക്കുന്നത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, അല്ലെങ്കിൽ സ്ത്രീകൾ അങ്ങ് മാറണമെന്ന് കരുതിയിട്ടല്ല. അവിടെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. പക്ഷെ രാഹുൽ ഗാന്ധി പറയുന്നതിന്റെ അകത്തൊരു രാഷ്ട്രീയ വശമില്ല. ഇപ്പൊ രാഹുൽ ഗാന്ധി പറയുന്ന ഒരു കാര്യങ്ങളും കോൺഗ്രസിന് അനുകൂലമാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത്. അവിടെ രാഷ്ട്രീയ ഉദ്ദേശമില്ല. ഇവിടെ സ്മൃതി ഇറാനി പറയുന്നത് പോലെ വ്യക്തമായ കാര്യങ്ങൾ അല്ലെ, ഈ ഒരു വിഷയത്തിൽ വനിതാ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെ രാഷ്ട്രീയമാണ്. ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ അകത്ത് എല്ലാ വിഷയത്തിലും രാഷ്ട്രീയം കലർത്തുന്നത് ശരിയല്ലല്ലോ. അത് ശരിയാണ്. അപ്പൊ അതിനകത്ത് മനുസ്മൃതിയെ രാഹുൽ ഗാന്ധി വിമർശിച്ചതിനും സ്മൃതി ഇറാനി മറുപടി പറയുന്നത് വെച്ചാൽ ദുർഗാദേവി, ലക്ഷ്മി, ഭഗവതി ഒക്കെ സ്ത്രീകളുടെ സ്ത്രീരൂപങ്ങളാ, സ്ത്രീ ദേവതകൾ ആരാധിക്കുന്നത് ഹിന്ദു സമൂഹം ആരാധിക്കുന്നുണ്ട്, മനുസ്മൃതിയെ അങ്ങനെ തള്ളിപ്പറയേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, അതിന്റെ കൂടെ പറയുന്നത് വന്ദേ മാതരത്തിൽ കോൺഗ്രസ് വെട്ടിമാറ്റിയ ഭാഗം, അതായത് അതിൽ ദുർഗാദേവിയെ കുറിച്ച് പറയുന്ന ഭാഗമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ അകത്ത് മറ്റൊരു വശം കൂടി ഉണ്ടല്ലോ, പറയുന്ന ദുർഗ എന്ന് പറയുന്നത് ഒരു സ്ത്രീ തന്നെയാണ്, അല്ലെങ്കിൽ സ്ത്രീയുടെ രൂപം, അല്ലെങ്കിൽ സ്ത്രീ ആയിട്ട് തന്നെയാണ് ദുർഗ. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു മതരാജ്യമല്ല, ഒരു മതേതര രാജ്യമാണ്. ഒരു മതേതര രാജ്യത്ത്, നമ്മുടെ ഇപ്പൊ മതരാജ്യമാണെങ്കിൽ പ്രശ്നമില്ല, ഹിന്ദുക്കൾ മാത്രമുള്ള ഒരു ഹിന്ദു മത രാജ്യമാണെങ്കിൽ നമുക്കത് കൊടുക്കുന്ന പ്രശ്നമില്ല. പക്ഷെ ഒരു മതേതര രാജ്യത്ത് ഒരു മതത്തിന്റെ മാത്രം ദേവതയുടെ പേര് ഒരു ഗീതത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പരാമർശിക്കുന്നത് ശരിയല്ല. അവരത് ആവർത്തിച്ച് പറയുന്നത്, അവരുടെ ആവശ്യം എന്ന് പറയുന്നത് മതേതര രാജ്യത്തിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്കും മതേതര രാജ്യത്തിൽ നിന്നും മതരാജ്യത്തിലേക്കുമാണ് അവർ മുന്നോട്ട്, അല്ലെങ്കിൽ അവർക്ക് അതാണ് ആവശ്യം. എങ്ങനെയാണ് അത് അംഗീകരിക്കാൻ പറ്റുക? മറ്റുള്ള ആളുകളുടെ അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്, മറ്റുള്ള മതങ്ങളെയും അംഗീകരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് വനിതാ ബിൽ എന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് ഹിന്ദുക്കളെ ചൂഷണം ചെയ്യാൻ വേണ്ടി രാമനെ ഉയർത്തിക്കാട്ടുന്നു, അതിനുശേഷം രാമക്ഷേത്രത്തിൽ കൊള്ള നടത്തുന്നു എന്ന് പറയുന്ന അതേ രീതിയാണ് ഇവരിപ്പോ ഈ കാണിക്കുന്നത്. ഇവർക്ക് ഹിന്ദു വോട്ടുകൾ അല്ലെങ്കിൽ ഹൈന്ദവ വോട്ടുകൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഹൈന്ദവ ദേവതമാരെ ഉൾപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഹൈന്ദവ ദേവതമാരുടെ പേരുള്ള ഗീതങ്ങളൊക്കെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ അതൊക്കെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവരൊരു മതരാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും?
ഇതിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സംഭവങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധിയിൽ വരുന്ന മാറ്റം തന്നെയാണ് പ്രധാനമായിട്ട്. കാരണം ഇപ്പൊ സ്ത്രീകളെ പോലും രാഹുൽ ഗാന്ധി കയ്യിലെടുത്തിരിക്കുന്നു. എന്തായാലും രാഹുൽ ഗാന്ധിയോട്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ കേൾക്കാൻ സ്ത്രീകൾ മുന്നിട്ടിറങ്ങുന്നു, അല്ലെങ്കിൽ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ഇത്രയും കാലം ഇങ്ങനെ ഒരു സ്ഥിതിയായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു മാറ്റം രാജ്യത്ത് ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് വരുന്നത്. കാരണം സ്ത്രീകളുടെ ഒക്കെ ഇനി എന്താണ് പിന്തുണ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കും എന്നതിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതെന്തായാലും ഇതിലൊക്കെ ആകെ ഭയപ്പെട്ടിരിക്കുന്നത് മോദി സർക്കാരാണ്. എന്തായാലും അടുത്ത ഇലക്ഷനിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ കടുപ്പത്തിൽ തന്നെയായിരിക്കും എന്നതിൽ ഒരു സംശയമില്ല.